അടിസ്ഥാന വികസനത്തിൽ ഊന്നിയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ജനങ്ങളുടെ ആവശ്യമറിഞ്ഞാകും വികസനം എന്നാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വാഗ്ദാനം. കാർഷിക മേഖലയുടെ വികസനത്തിലാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെയും LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെയും ശ്രദ്ധ. ജനങ്ങളുടെ അത്യാവശ്യമാണ്, നവീനമല്ല. ഓരോ പൂരത്തിനുമല്ലാതെ പൂരവും അതൊരു സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യുന്ന ഒരു സെൻറ്ററും കൂടിയാണ്. റൗണ്ടിനെ തന്നെ ചുറ്റി ഒരു ഗാലറി മോഡിലുള്ള ഒരു അപ്പർ ടെറസ് ഇത് മനസ്സിലുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ നിന്ന് ഒരു ഇലക്ഷൻ പ്രചരണത്തിനിടയ്ക്ക് എന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡേറ്റ കളക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ടൊരു ഡെവലപ്മെൻറ്റ് പ്ലാറ്റർ സെറ്റ് ചെയ്യും. അതിനകത്തെല്ലാം ഉണ്ടാവും. ആശയമല്ല, വാഗ്ദാനവുമല്ല, പ്രവർത്തനമാണ്. അത് വരും. കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിയോജകമണ്ഡലത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം. പല കാര്യങ്ങൾ, സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്രം സഹായിച്ചേ മതിയാവും. കാരണം ഇനി ജനങ്ങൾ കൃഷിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവരെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം. ഇപ്പോൾ എല്ലാവരും റബ്ബറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. റബ്ബറുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെയാണ് നെല്ലിനും മറ്റ് കാർഷികോൽപ്പന്നങ്ങൾക്കും താങ്ങുവില ലഭിക്കണം. അത് ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖല മൊത്തത്തിൽ തകർച്ചയിലേക്ക് പോകും. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കോൾ മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലെ വിഷയങ്ങൾ, അവിടുത്തെ നിരവധിയായ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടതായിട്ട് നിരവധി വിഷയങ്ങളുണ്ട്. തീരപ്രദേശത്തെ കടൽ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരവാസികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ ടൂറിസം, അതെല്ലാം ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തും.